ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും കേട്ടോ, നല്ല ജലദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പൂച്ചക്കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബാക്ക് വശത്ത് ഗ്രില്ല് തുറന്നതും ഇതാ അവരിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെയാണ് കേട്ടോ അത്, ഞങ്ങൾ വളർത്തണതല്ല. അപ്പം അങ്ങനെ എന്നാലും അവരിങ്ങോട്ട് വരും കേട്ടോ, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും കേട്ടോ, മീനൊക്കെ ഉണ്ടെങ്കിലാണ് കൊടുക്കുള്ളൂ. അപ്പം അങ്ങനെ മാറി മറിഞ്ഞും പലരും വരും കേട്ടോ, കുറേ പൂച്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികളാണ്, അതുപോലെ വലിയ പൂച്ചകളുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങനെ വരും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെന്തെങ്കിലും കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവർ വയറ് നിറച്ചിട്ട് അങ്ങനെ അവർ പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ അപ്പോൾ രാവിലെ തന്നെ ഇന്നലെ വൈകുന്നേരം ആണെങ്കിൽ കുറച്ച് മീനും ചോറൊക്കെ കൂട്ടിയിട്ട് വിനീത കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് രാവിലെ എണീറ്റപ്പത്തിനും പെട്ടെന്ന് തന്നെ വന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് ആ കൊടുത്തപ്പോൾ ഇനിയും കിട്ടും എന്നുള്ളൊരിതുകൊണ്ട് പിന്നെയും വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലത്തെ പല്ല് തേക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പുറത്തേക്ക്. ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കണത്. സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് കേട്ടോ അധികം ചപ്പാത്തിക്കൊക്കെ നിൽക്കുകയുള്ളൂ. കാരണം സ്കൂളിലെ ദിവസമാകുമ്പോഴൊക്കെ എല്ലാതും കൂടിയായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണികളൊരു കാര്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവധി ദിവസങ്ങളിലൊക്കെ ഉണ്ടോ കൂടുതലായിട്ടും ചപ്പാത്തി ഉണ്ടാക്കാൻ. ഞാനാണെങ്കിൽ അപ്പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് അവിടെ ചപ്പാത്തി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം എണ്ണം വേണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഗ്യാസിലൊക്കെ ചപ്പാത്തി ചുടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വന്നതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധി വന്നത്, ചപ്പാത്തിയൊക്കെ ഇനി അടുപ്പിൽ ചുട്ടെടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതാണ് കേട്ടോ ചെയ്യുക. ദോശ പിന്നെ പണ്ട് മുതലേ ഞങ്ങൾ അടുപ്പിലാണ് ഉണ്ടാക്കാറ്, വലിയ ചട്ടിയാണ്. അപ്പോൾ എന്തായാലും ഗ്യാസിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂടധികം അങ്ങനെ തട്ടില്ല. അപ്പോൾ അടുപ്പിൽ വെച്ചാലാണ് കറക്റ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശ ഞങ്ങൾ എപ്പോഴും അടുപ്പിൽ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ തീയൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ ചപ്പാത്തി ചുടാനായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അതിങ്ങനെ ചുട്ടെടുത്തു. പിന്നെ ഇടയ്ക്കൊന്ന് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകെ മൊത്തം കരിഞ്ഞു കൂട്ടോ. അതാണ് അടുപ്പിലുണ്ടാക്കുമ്പോഴുള്ള പ്രശ്നം. ഗ്യാസ് ആണെങ്കിൽ നമുക്കൊന്ന് കുറച്ച് വയ്ക്കാം, പക്ഷേ അടുപ്പിലാകുമ്പോൾ നമ്മൾ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ കരിഞ്ഞിട്ട് ആകെ പണിയാവും കേട്ടോ.
ഈ ഒരു പരിപാടി ഇവിടെ സ്ഥിരമുള്ളതാണ് കേട്ടോ. ഞങ്ങളവിടെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ അതൊന്നൊരു ഉണ്ട മേടിച്ചിട്ട് പോട്ടോ, എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും കേട്ടോ. ഇത് ഒരു ദിവസം പോലും ഇവർ ചെയ്യാതിരിക്കില്ല കേട്ടോ. എന്ന് ചപ്പാത്തി ഉണ്ടാക്കി ആ ദിവസങ്ങളിലൊക്കെ ഇവരിങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഞാനൊരു രസം കൊണ്ട് ഇങ്ങനെ എടുത്താണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ വേണ്ടാന്നാരും പറയാറില്ല കേട്ടോ. നിലത്തൊക്കെ മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ മൊത്തം പറിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും അവർ ചെയ്യണത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടക്കം പറയാറില്ല. വീണ്ടും ദാ പൂച്ചക്കുട്ടികൾ വന്ന് ഹാജരായിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ പൊട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതൊന്നും അവർക്ക് കഴിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് അവർ പോയി. അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ അവർക്ക് എന്തായാലും മീനൊന്നും കൊടുക്കാൻ വിടില്ല. ഞാനിപ്പോൾ ഈ നോക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ തുണി കഴുകണ സമയത്ത് വെറുതെ ഒന്ന് അപ്പുറത്തേക്ക് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയ മരം ഉണ്ട് കേട്ടോ. ആ മരത്തിൽ ഇതാ ഒരു ചേര ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. നല്ല വള്ളി പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും വണ്ണമുള്ളൊരു വള്ളി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള ലെവലിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചേരയാണ് എന്നുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ അതിനെ കുറേ സമയം നോക്കിക്കൊണ്ട് നിന്നു കേട്ടോ. പക്ഷേ അത് അവിടെ നനങ്ങണേ ഇല്ല. ഞങ്ങളിവിടെ കുറേ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനൊരു കുലുക്കും ഇല്ല കേട്ടോ. പിന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, ചേരയ്ക്കൊരു പ്രത്യേകത ഉണ്ട്, പെണ്ണുങ്ങളെ കണ്ട ചേര പോവില്ല എന്ന്. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ പോവാത്തത് കേട്ടോ. അപ്പം ഞാൻ ഉള്ളിൽ നിന്ന് ആദീനെയൊക്കെ വിളിച്ചപ്പോൾ അവൻ വന്നില്ല കേട്ടോ. അങ്ങനെ ചേര അവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കല്ലൊക്കെ എടുത്തിട്ട് എറിഞ്ഞു നോക്കി. ചേരയ്ക്ക് ഒരു കുലുക്കും ഇല്ല കേട്ടോ. അവിടെ തന്നെ കിടക്കുകയാണ് ആൾ. പിന്നെ എനിക്ക് തോന്നി ഇനി നിങ്ങളുടെ അടുത്തേക്ക് എങ്ങാനും വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനൊന്നും ചെയ്യാൻ പോയില്ല കേട്ടോ. ബാക്കി തുണികളൊക്കെ എങ്ങനെയും കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. ചേര ആയതുകൊണ്ട് പിന്നെ എനിക്കൊരു ധൈര്യം കേട്ടോ. വേറെ വല്ല പാമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. അപ്പം അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചും കൂടി കല്ലൊക്കെ എടുത്ത് എറിഞ്ഞപ്പോൾ ആൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങി പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ. തൊട്ടിപ്പുറത്തായിട്ട് കോഴിക്കൂടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പ്ലാവുന്ന ചക്കകൾ ഇങ്ങനെ വീണ് പോകുന്നുണ്ട് കേട്ടോ, മഴ പെയ്തപ്പോൾ പഴുത്തിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല മണമുണ്ട്. അപ്പോൾ കോഴിക്കൂട്ടിൽ മുട്ട ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മണം അടിച്ച് വന്ന് കിടക്കുകയായിരിക്കും കേട്ടോ ചിലപ്പോൾ ചേര. പക്ഷേ ചേരയ്ക്ക് അറിയാതെ സ്ഥലം മാറിയിട്ട് ചേര ഒരു മരത്തിൽ കയറിപ്പോയതാ തോന്നുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി ചക്ക കഴിക്കാൻ പ്ലാവിൽ കയറുന്നതിന് പകരം ആ മരത്തിൽ കയറിപ്പോയതാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ. അപ്പം അങ്ങനെ അത് ആളെ ഇറങ്ങി പോയിട്ടോ. പിന്നെ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ പെട്ടെന്ന് എവിടേക്കോ പോയിട്ടോ. പിന്നെ അത് കാണാനേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വേഗം പിന്നെ അവിടുന്ന് പോയിട്ടോ. ഇനി ഇപ്പുറത്ത് കൂടെ എങ്ങാനും വരുമെന്ന് വിചാരിച്ചിട്ട്. ചേര കയറിയ പ്ലാവിലെ ചക്ക കഴിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചക്ക ചേര കഴിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അത് ഞാൻ വെറുതെ ഒരു ഓളത്തിന് പറഞ്ഞു പോയതാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഉച്ചഭക്ഷണം ഉണ്ടാക്കലും കുളിയും ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം വിനീതി മക്കളും പാടത്തേക്ക് പോകാണ്ടെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ട് പാടത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പാടമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല പച്ചപ്പായിട്ടിരിക്കുന്നുണ്ട്. മഴയൊക്കെ പെയ്ത് നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ. മഴ പെയ്യുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്നാൽ ശരി, ജലദോഷമൊക്കെ ആയതുകൊണ്ട് എനിക്ക് വലിയ സുഖമൊന്നുമില്ല. പക്ഷെ എന്നാലും ശരി, ഞാനൊന്ന് നടന്ന ഒരു സുഖം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി നടന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളിങ്ങനെ നടന്ന് കുറച്ച് ദൂരം അങ്ങനെ പോയി. ഇവിടെ ഒരു കുഞ്ഞു തോടുണ്ട് കേട്ടോ. അതിലിപ്പോൾ അധികം വെള്ളമൊന്നുമില്ല. ഇനി നല്ലോണം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നിറയെ വെള്ളം ഉണ്ടായിരിക്കും. നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇവിടെ നടന്ന് വന്നിട്ട് ഞങ്ങളെന്നാൽ ശരി, ഇവിടെ അടുത്തൊരു കുടുംബത്തിലൊരു വീടുണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെന്ന് പെട്ടത് ഈ ഒരു വീടിൻ്റെ മുന്നിലാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ മക്കളാണെങ്കിൽ അവിടെ കണ്ട് ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടുകയാണ് കേട്ടോ. ആരുടെ വീടാണ് എന്താണെന്നൊന്നും അറിയില്ല. ഇതിന് തൊട്ടപ്പുറത്താണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ കുടുംബത്തിലുള്ള വീട്. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് നോക്കണ സമയത്ത് ആ വീടിൻ്റെ മുറ്റത്തെ മാവിൻ്റെ മുകളിൽ അതാ തേനീച്ച കൂടിട്ട് ഒരു വൻ തേനീച്ച കൂട്ടം തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം അവിടെ നിന്നും പോന്നു കേട്ടോ. ഇനിയിപ്പോൾ അതെങ്ങനെ ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പണിയാവില്ലെന്ന് വിചാരിച്ചിട്ട് ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോന്നു.
അങ്ങനെ വീട്ടിൽ വന്നിരുന്ന് നല്ല ചൂടുള്ള ചായ കുടിക്കുമ്പോൾ ഭയങ്കര സുഖമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയും വീഡിയോ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.